ജീവസത്തകളുടെ ചലനങ്ങളെപ്പറ്റി ഭഗവാൻ കപിലന്റെ നിർദ്ദേശങ്ങൾ. ശ്ലോകം 34 മുതൽ 38 വരെ വായിക്കാം. തേഷു അശാന്തേഷു മൂഢേഷു ഖണ്ഡിതാത്മാസു സാധുഷു സംഗം ന കുര്യാത് ശോചേഷു യോഷിത് ക്രീഡാ മൃഗേഷു ച ന തഥാസ്യ ഭവേന്മോഹോ ബന്ധശ്ചാന്യ പ്രസംഗതഃ യോഷിത് സംഗാദ് യഥാ പുംസോ യഥാ തത്സംഗി സംഗതഃ. പ്രജാപതി സ്വാം ദുഹിതരം ദൃഷ്ട്വാ തദ്രൂപദർശിതഃ രോഹിദ്ഭൂതാം അന്നധാവത് വൃക്ഷരൂപീ ഹതത്രപാ തത്സൃഷ്ടസൃഷ്ടേഷു കോ അന്നഖണ്ഡേ തത്പഥീപുമാൻ ഋഷിം നാരായണമൃതേ യോഷിന്മയ്യേഹമായയാ ഫലം മേ പശ്യമായയ സ്ത്രീമയ്യാ ജയിനോ ദിശാം യാത്രഭൂതിപദാക്രാന്താൻ ഭ്രൂവിജൃംഭേണ കേവലം. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. അനുത്തരമാതാജി ഇല്ലെങ്കിൽ ഞാൻ വായിക്കാം പ്രഭുജി. ഹരേ കൃഷ്ണ. യെസ്, അനുത്തരമാതാജി ഇല്ലല്ലോ. ഇല്ല. ഹരേ കൃഷ്ണ. അനുത്തരമാതാജി ഉണ്ടല്ലോ. അനുത്തരമാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. വായിച്ചോളൂ. ഓമജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 3 അധ്യായം 31 ശ്ലോകം 34. ജീവസത്തകളുടെ ചലനങ്ങളെപ്പറ്റി ഭഗവാൻ കപിലന്റെ നിർദ്ദേശങ്ങൾ. ശ്ലോകം 34. തേഷു ശാന്തേഷു മൂഢേഷു ഖണ്ഡിതാത്മസ്വ സാധുഷു സംഗം ന കുര്യാചോച്യേഷു യോഷിത് ക്രീഡാ മൃഗേഷു ച. വിവർത്തനം. ഒരു സ്ത്രീയുടെ കൈകളിലെ നൃത്തം ചെയ്യുന്ന നായേക്കാൾ ഒന്നുമല്ലാത്തവനും ആത്മസാക്ഷാത്കാരത്തിന്റെ ജ്ഞാനം നഷ്ടപ്പെട്ടവനുമായ തരം താഴ്ന്ന വിഡ്ഢിയോട് ഒരുവൻ ഒരിക്കലും സംസർഗത്തിൽ ഏർപ്പെടരുത്. ശ്ലോകം 35. ന തഥാസ്യത് ഭവേന്മോഹോ ബന്ധശ്ചാന്യപ്രസംഗതഃ യോഷിത് സംഗാദ് യഥാ പുംസോ യഥാ തത്സംഗി സംഗതഃ. വിവർത്തനം. ഒരു വ്യക്തിക്ക് സ്ത്രീകളോടുള്ള
ഒരു വ്യക്തിക്ക് സ്ത്രീകളോടുള്ള ആകർഷണത്തിൽ നിന്നും സ്ത്രീലമ്പടന്മാരോടുള്ള സഖ്യത്തിൽ നിന്നും ഉണ്ടാകുന്നത്ര ബന്ധനവും മതിഭ്രമവും മറ്റൊന്നിനോടുമുള്ള മമതയിൽ നിന്നുണ്ടാകില്ല. ശ്ലോകം 36. പ്രജാപതി സ്വാം ദുഹിതരം ദൃഷ്ട്വാ യത്തദ്രുപദർശിതഃ രോഹിദ്ഭൂതാം സോന്വധാവത് രുചിഹതത്രപഃ. വിവർത്തനം. സ്വന്തം പുത്രിയെ ദർശിച്ച മാത്രയിൽ അവളുടെ സൗന്ദര്യത്തിൽ മതിഭ്രമം പൂണ്ട ബ്രഹ്മാവ് ഒരു പെൺമാനിന്റെ രൂപം പൂണ്ട അവളുടെ പിന്നാലെ ആൺമാനിന്റെ രൂപത്തിൽ ലജ്ജാഹീനനായി ഓടി. ശ്ലോകം 37. തത്സൃഷ്ടസൃഷ്ടസൃഷ്ടീഷു കോന്വഖണ്ഡിതദീപുമാൻ ഋഷിം നാരായണമൃതേ യോഷിന്മയ്യേഹ മായയാ. വിവർത്തനം. ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ, ദേവന്മാർ, മൃഗങ്ങൾ തുടങ്ങി നാനാതരങ്ങളിലുള്ള ജീവജാലങ്ങൾക്കിടയിൽ നാരായണ മുനി ഒഴികെ എല്ലാവരും സ്ത്രീയുടെ രൂപത്തിലുള്ള മായയാൽ ആകർഷിതരാണ്. ശ്ലോകം 38. ബലം മേ പശ്യ മായായാഃ സ്ത്രീമയ്യാ ജയിനോ ദിശാം യാ കരോതി പദാക്രാന്താൻ ഭ്രുവിജൃംഭേണ കേവലം. വിവർത്തനം. പുരികക്കൊടികളുടെ നേർത്ത ചലനം കൊണ്ട് മാത്രം ലോകത്തിലെ മഹാദിഗ്വിജയികളെ പോലും സ്വന്തം കാൽക്കീഴിലാക്കുവാൻ കഴിവുള്ള എന്റെ സ്ത്രീരൂപത്തിലുള്ള മായാശക്തിയുടെ പ്രഭാവം മനസ്സിലാക്കാൻ വെറുതെ ഒന്ന് ശ്രമിക്കുക. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു അനുത്തരമതജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ കപില ഭഗവാൻ ഒരു ജീവാത്മാവ് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഈ ലോകത്തിൽ ജനിക്കുന്നത്, പിന്നീട് ശൈശവാവസ്ഥയിൽ, ബാല്യാവസ്ഥയിൽ, യൗവനാവസ്ഥയിലെല്ലാം അനുഭവിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള അസ്വസ്ഥതകളെ കുറിച്ച്, ബുദ്ധിമുട്ടുകളെ കുറിച്ച് വിശദമായിട്ട് ഭഗവാൻ പറഞ്ഞു. പക്ഷെ എന്നിട്ടും അജ്ഞാനം കൊണ്ട്, മിഥ്യാഭിമാനം കൊണ്ട് ആ വ്യക്തി എന്തുകൊണ്ടാണ് താൻ ഈ കഷ്ടതകൾ അനുഭവിക്കുന്നത് എന്നൊന്നും എത്തിക്കാതെ കാമത്തിന് വശപ്പെട്ട്, ഭൗതികമായിട്ടുള്ള ആകർഷണങ്ങൾക്ക് വശപ്പെട്ട് മറ്റുള്ള സഹജീവികളോട് വാത്സര്യഭാവത്തിൽ പെരുമാറിക്കൊണ്ട് അവൻ തൻ്റെ അസ്തിത്വത്തിനെ കുറിച്ച് ചിന്തിക്കാതെ ജീവിതം കഴിച്ചു കൂട്ടുന്നു എന്നാണ് പറയുന്നത്. ഒരു ജീവാത്മാവ് ഭൗതിക ശരീരം എടുത്ത് ജനിക്കുന്ന സമയത്തും ജനിച്ചതിന് ശേഷവും ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ആ ദുഃഖങ്ങളൊക്കെ എങ്ങനെയാണ് മറക്കുന്നത്? ആ ദുഃഖങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അതിന്റെ കാരണത്തിനെ കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അതാണ് മായാശക്തി എന്ന് പറയുന്നത്. മായാശക്തി, ഇല്യൂഷണറി എനർജി, നമ്മൾക്ക് സത്യത്തിനെ കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുത്തുന്ന ശക്തിയാണ് മായാശക്തി. ദൈവീഹേഷ ഗുണമയി മമ മായ ദുരത്യ. ആ മായാശക്തിയിൽ പെട്ടതുകൊണ്ടാണ് ഒരു ജീവാത്മാവ് സത്യത്തിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. യഥാർത്ഥത്തിൽ ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ജീവാത്മാവ് ഞാൻ സുഖവാനാണ്, ഞാൻ ഹാപ്പിയാണ്, ഐ ആം ഹാപ്പി, ഐ ആം ഫൈൻ എന്ന് പറഞ്ഞിട്ട് ജീവിക്കും. എന്താണ് അതിന് കാരണം? അതിന് കാരണം മായാശക്തിയാണെന്ന് പറയും. യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് ദുഃഖമാണ്, പക്ഷെ അത് വിചാരിക്കുന്നത് സുഖമാണ്. ആ മായാശക്തി വളരെ സ്ട്രോങ് ആണ്, വളരെ ദൃഢതരമാണ് ഈ ജീവാത്മാവിനെ ഈ ഭൗതിക ലോകത്ത് ബന്ധിച്ചു നിർത്തുന്നതിൽ എന്ന് പറയും. മായാശക്തിയാലാണ് ഒരു ജീവാത്മാവിനെ ഈ ഭൗതിക ലോകത്തിൽ ബന്ധിച്ചു നിർത്തിയിട്ടുള്ളത്. ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും അത് സുഖമാണെന്ന് വിചാരിക്കും. നമ്മൾ നേരത്തെ വായിച്ചു, നരകങ്ങളിലുള്ളവർ പോലും അവരുടെ ശരീരം വെടിയാൻ ആഗ്രഹിക്കുന്നില്ല. ശരീരത്തിനോടുള്ള ബന്ധം കൊണ്ട് അവർ ശരീരം വെടിയാൻ ആഗ്രഹിക്കുന്നില്ല. അത്രയ്ക്കും ശക്തമാണ് മായാശക്തി. ഈ ഭൗതിക ലോകത്തിലുള്ള ജീവിതത്തിന്റെ 4 ലക്ഷ്യങ്ങൾ, ഭൗതിക ശരീരം എടുത്തിട്ടുള്ള
ഒരു ജീവാത്മാവിന്റെ 4 ലക്ഷ്യങ്ങൾ ആഹാരം, നിദ്ര, ഭയം, മൈഥുനം. ഇതൊക്കെയാണ് ഒരു ജീവാത്മാവിന്റെ ഭൗതിക ശരീരം എടുത്തിട്ടുള്ള ജീവാത്മാവിന്റെ ജീവിത ലക്ഷ്യങ്ങൾ. ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാകും എന്നാണ് അവർ വിചാരിക്കുന്നത്. ആഹാരം ശരിക്കും ലഭ്യമായി കഴിഞ്ഞാൽ മനുഷ്യ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. പിന്നെ അതിന് വേറെ ഒന്നും ആവശ്യമില്ല എന്നവർ വിചാരിക്കുന്നു. ആഹാരം, നിദ്ര, നല്ലോണം റെസ്റ്റ് എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, സുഖമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായി, സന്തോഷമായി എന്ന് അവർ വിചാരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു. ആഹാരം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. നിദ്ര, സുഖമായിട്ട് വസിക്കാനുള്ള കാര്യങ്ങൾ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. നിദ്ര, ഭയം, ഈ ശരീരത്തിനെ സംരക്ഷിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ലക്ഷ്യം നിറവേറും എന്നാണ് അവർ വിചാരിക്കുന്നത്. ഭയം, ശരീരത്തിനെ സംരക്ഷിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. വീട്, കൂട്, അതേപോലെ ബന്ധുക്കളെ നല്ല രീതിയിൽ ബന്ധുക്കളോട് പെരുമാറുന്നത്, അങ്ങനെ സമൂഹത്തിൽ നല്ല സ്ഥാനമുണ്ടെങ്കിൽ എൻ്റെ ശരീരം സുരക്ഷിതമാണ്, ഞാൻ സുരക്ഷിതനാണ്, സേഫാണ്. നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ, സമൂഹത്തിൽ നല്ല ബന്ധങ്ങളുണ്ടെങ്കിൽ എൻ്റെ ജീവിതം സേഫാണെന്ന് വിചാരിച്ചിട്ട് അവർ ജീവിക്കും. അതേപോലെ മൈഥുനം, സ്ത്രീ പുരുഷ ആകർഷണം. ഈ സ്ത്രീ പുരുഷ ബന്ധത്തിൽ നിന്നും എനിക്ക് വലിയ ആനന്ദമുണ്ടാകും എന്ന് വിചാരിച്ച് ജീവിക്കുന്നു. ഈ 4 ആകർഷണങ്ങളാണ് ഈ ഭൗതിക ലോകത്തിൽ ഒരു ജീവാത്മാവിനെ ബന്ധനത്തിൽ നിർത്തിയിട്ടുള്ളത് എന്ന് പറയും. ആഹാരം, നിദ്ര, ഭയം, മൈഥുനം. ഇതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ആകർഷണം മൈഥുനമാണ് എന്നിവിടെ ഭഗവാൻ വിവരിച്ചു കൊടുക്കുക. മൈഥുനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ പുരുഷ ആകർഷണം. അതാണ് ഏറ്റവും ശക്തമായിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ജീവിതത്തിന്റെ ലക്ഷ്യം. അതാണ് സുഖം എന്ന് വിചാരിച്ച് അതിന്റെ പുറകെ അവർ ജീവിക്കുകയാണ്. അപ്പം അതിൽ നിന്ന് വിട്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, നമുക്ക് ആത്മീയമായിട്ട് പുരോഗമിക്കണമെങ്കിൽ, കൃഷ്ണബോധത്തിൽ പുരോഗമിക്കണമെങ്കിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ തടസ്സവും ഇത് തന്നെയാണെന്ന് പറയും. അപ്പോൾ ആ തടസ്സത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. എങ്ങനെ അതിൽ നിന്നും രക്ഷപ്പെടാം എന്നും ഭഗവാൻ നിർദ്ദേശിക്കുന്നുണ്ട്. 34-ാമത്തെ ശ്ലോകത്തിലും 35-ാമത്തെ ശ്ലോകത്തിലും പറയുന്നു, ഒരു വ്യക്തിക്ക് സ്ത്രീകളോടുള്ള ആകർഷണത്തിൽ നിന്നും സ്ത്രീ ലംബടന്മാരോടുള്ള സഖ്യത്തിൽ നിന്നും ഉണ്ടാകുന്ന അത്ര ബന്ധനവും മതിഭ്രമവും മറ്റൊന്നിനോടുമുള്ള മമതയിൽ നിന്നും ഉണ്ടാകുന്നില്ല. ഇവിടെ പുരുഷന്മാരുടെ കാര്യം മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. പുരുഷ ശരീരമുള്ള ജീവാത്മാവിന് സ്ത്രീ ശരീരമുള്ള ജീവാത്മാവാണ് മായ. സ്ത്രീ ശരീരമുള്ള ജീവാത്മാവിന് പുരുഷ ശരീരമുള്ള ജീവാത്മാവാണ് മായയായിട്ടിരിക്കുന്നത്. രണ്ടും പരസ്പരം മായയാണ്. ഇവിടെ ഒന്നിനെ കുറിച്ച് മാത്രമേ വിവരിക്കുന്നുള്ളൂ, പക്ഷെ രണ്ടും പരസ്പരം മായയായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഈ സ്ത്രീ പുരുഷ ആകർഷണമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ബന്ധനം. ഈ ഭൗതിക ലോകത്തിലെ ദുഃഖങ്ങളെ കുറിച്ച് മറക്കാനുള്ള കാരണം ഈ ഒരു ബന്ധനമാണ്. ഇവിടെ എനിക്ക് സുഖമാണ്, ഞാൻ ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നു. ഇത്രയും ദുഃഖങ്ങളെ കുറിച്ച് നമ്മൾ വിവരിച്ച് കേട്ടു. ഗർഭാവസ്ഥയിൽ തൊട്ടിട്ട് ശൈശവാവസ്ഥയിലും ബാല്യാവസ്ഥയിലും പിന്നീട് വലുതാകുമ്പോഴും മറ്റുള്ളവരോട് മത്സരിച്ച് ശത്രുത, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുറകെ പോയി ജീവിക്കുന്നതിൻ്റെയൊക്കെ അതൊക്കെ മറക്കുന്നതിന്റെ കാരണം ഈ ഒരു ആകർഷണമാണ്. എത്ര ദുരിതം അനുഭവിച്ചു കഴിഞ്ഞാലും ഈ ഒരു ആകർഷണത്തിൽ സുഖമുണ്ട് എന്നവർ വിചാരിക്കുകയാണ്. അപ്പം അത് ഭഗവാന്റെ മായാശക്തി തന്നെയാണ് എന്ന് പറയുന്നത്. ഭഗവാന്റെ മായാശക്തിയെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറയും. സ്ത്രീക്ക് പുരുഷനും പുരുഷന് സ്ത്രീയും മായയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. രണ്ടും പരസ്പരം മായയായിട്ട് പ്രവർത്തിക്കുന്നു. അത് എത്രത്തോളം ഉയർന്നതാണ്, അതിനെ തോൽപ്പിക്കാൻ സാധിക്കാത്തതാണെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു. അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഇവിടെ 36-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ബ്രഹ്മാവ്, ഈ ഭൗതിക ലോകത്തിന്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള വ്യക്തിയാണ് ബ്രഹ്മാവ്. ആ ബ്രഹ്മാവ് പോലും തന്റെ സ്വന്തം സൃഷ്ടിയിൽ ആകർഷിതനായി എന്നാണ് പറയുന്നത്. കാരണം അതും ഭഗവാന്റെ മായാശക്തിയാണ്. ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നതിന് ഒരു നിമിത്തമാകുന്നത് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ സൃഷ്ടി മുഴുവൻ ഭഗവാന്റെ ശക്തി തന്നെയാണ്. അപ്പൊ ഭഗവാന്റെ ശക്തിയാൽ ബ്രഹ്മാവ് പോലും ആകർഷിതനായി. അതിനുശേഷം പറയുന്നുണ്ട്, അങ്ങനെയുള്ള ബ്രഹ്മാവിന്റെ സൃഷ്ടിയിൽപ്പെട്ട എല്ലാവരും മായയാൽ മോഹിതരാണ്. മായയാൽ
ആകർഷിക്കപ്പെടാത്തവരായിട്ട് ആരുമില്ല എന്ന് പറയും. എല്ലാവരും, ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാവരും മായാശക്തിയിൽ പെട്ടിട്ടുള്ള ആളുകളാണ് എന്ന് പറയും. അതിൽ നാരായണ ഋഷി മാത്രം, ഭഗവാന്റെ അവതാരമായിട്ടുള്ള നാരായണ ഋഷി എല്ലാ സമയത്തും ഭൂമിയിലുണ്ടാകും. അങ്ങനെയുള്ള നാരായണ ഋഷി ഒഴികെ എല്ലാവരും ഈ മായാശക്തിയാൽ വശീകൃതരാണ് എന്ന് പറയും. അത്രയ്ക്കും ശക്തമാണ് മായാശക്തി എന്ന് പറയുന്നത്. അതാണ് ഈ ഭൗതിക ലോകത്തിനെ ബന്ധനത്തിൽ നിർത്തുന്നത്. അതുകൊണ്ട് ഈ ഭൗതിക ലോകത്തിന് മൈഥുനാകാരം എന്ന് ഒരു പേരുണ്ട്. നമ്മൾ ഭഗവത്ഗീതയിൽ വായിച്ചിട്ടുണ്ട്. ഭഗവത്ഗീതയിൽ ശീലപ്രഭാതർ ഈ ഒരു പേര് എടുത്തു പറയുന്നുണ്ട്, മൈഥുനാകാരം. ധ്യായതോ വിഷയാൻ പുംസ എന്നുള്ള ശ്ലോകത്തിൽ സംഗാത് സഞ്ജായതേ കാമ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യ. ഭൗതിക വിഷയങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ചും സ്ത്രീ പുരുഷനെ കുറിച്ചും പുരുഷൻ സ്ത്രീയെ കുറിച്ചും ചിന്തിക്കുന്ന സമയത്തുണ്ടാകുന്ന ബുദ്ധിനാശത്തിനെ കുറിച്ചും ഓർമ്മയുടെ സ്മൃതിഭ്രംശത്തിനെ കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുന്നത്. അതിൽ കാമമാണ് ഏറ്റവും വലിയ ശത്രു എന്നുള്ള കാര്യം ഭഗവാൻ എടുത്തു പറയുന്നത്. കാമയേശ ക്രോധയേശ രജോ ഗുണ സമുദ്ഭവ മഹാശനോ മഹാപാത്മ വിദ്യേനം ഇഹ വൈരിന. നമ്മുടെ ജ്ഞാനത്തിനെയും വിജ്ഞാനത്തിനെയും ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മശക്തിയും ഒക്കെ നശിപ്പിക്കുന്നതാണ് ഈ ഒരു ആകർഷണം, ഈ ഒരു കാമം എന്ന് പറയുന്നത്. അതുകൊണ്ട് വലിയ വലിയ ദിഗ്വിജയികൾ പോലും ആ കാമത്തിന്റെ മുന്നിൽ, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ആകർഷണത്തിന്റെ മുന്നിൽ തോറ്റുപോയിട്ടുണ്ട് എന്ന് പറയും. 38ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ബലം മേ പശ്യമായ സ്ത്രീമയ്യ ജൈനോ ദിശാം യാ കരോതി പദാക്രാന്താൻ ഭ്രൂ വിജൃംഭേണ കേവലം. ഒരു സ്ത്രീയുടെ പുരികക്കുടിയുടെ ചലനം കൊണ്ട് വലിയ വലിയ ദിഗ്വിജയികൾ പോലും പരാജയപ്പെട്ടതിന്റെ ഉദാഹരണമുണ്ടെന്നാണ് പറയുന്നത്. ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ ക്ലിയോപാട്ര, അലക്സാണ്ടർ, ലോകം മുഴുവൻ വിജയിച്ചിട്ടുള്ള വ്യക്തിയാണ്, ലോകത്തിനെ മുഴുവൻ തോൽപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് അലക്സാണ്ടർ. പക്ഷെ അദ്ദേഹം സ്ത്രീ സൗന്ദര്യത്തിന്റെ മുന്നിൽ വീണുപോയി എന്നാണ് പറയുന്നത്. അത്രയ്ക്കും ശക്തമാണ് മായാശക്തി എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ച ഭക്തന്മാരും മാത്രമേ മായാശക്തിയിൽ നിന്ന് പുറത്തു നിൽക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും മായാശക്തിയാൽ അധീനരാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതിന്റെ ഉദാഹരണം ശീലപ്രഭാതർ പറയുന്നുണ്ട്. ഭഗവാന്റെ സേവനത്തിൽ നമ്മൾ ആകർഷിതരായി കഴിഞ്ഞാൽ, ഭഗവാനോട് ശരിയായിട്ടുള്ള ആകർഷണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് മായാശക്തിയിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പൂർണ്ണമായിട്ടും പുറത്തു കിടക്കാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട്. അപ്പൊ അതിന് ആദ്യം നമ്മൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം, ഭഗവാൻ മായാശക്തിയാൽ മോഹിതനല്ല എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ മാത്രമേ നമ്മൾക്ക് ഭഗവാന്റെ സഹായത്താൽ മായാശക്തിയിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കും. പക്ഷെ മിക്കവാറും ആളുകൾ വിചാരിക്കുന്നത് ഭഗവാൻ പോലും മായാശക്തിയാൽ മോഹിതനാണ് എന്നാണ്. അതാണ് നമ്മുടെ തെറ്റിദ്ധാരണ, അതാണ് നമ്മുടെ വീഴ്ചയുടെ തുടക്കം. ഭഗവാൻ ഒരിക്കലും മായാശക്തിയാൽ മോഹിതനല്ല. കാരണം മായാശക്തി ഭഗവാന്റെ നിയന്ത്രണത്തിലുള്ള ശക്തിയാണ്. ദൈവീ ഹേഷ ഗുണമയി മമ മായ ദുരത്യ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാന്റെ ശക്തിയാണ്. ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമാണ് ഭൗതിക ശക്തി പ്രവർത്തിക്കുന്നത്. മായ അധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം. ഭഗവാന്റെ നിർദ്ദേശമില്ലാതെ മായാശക്തി പ്രവർത്തിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ മായാശക്തിയിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കും. മാമേവയെ പ്രപദ്യന്തേ മായാമേതാം തരന്തിരി. ഭഗവാനെ ശരണം പ്രാപിച്ച ഭക്തന്മാര് ഈ മായാശക്തിയിൽ നിന്നും പുറത്തു കടന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അതിന്റെ ഉദാഹരണം ശീലപ്രഭാതർ പറയുന്നുണ്ട്. ഹരിദാസ് ഠാക്കൂർ, നാമാചാര്യ ഹരിദാസ് ഠാക്കൂർ, അദ്ദേഹം പൂർണ്ണമായിട്ടും ഭഗവാനെ സേവിക്കുന്ന ഭഗവാന്റെ ശുദ്ധഭക്തനാണ്. മായാദേവി പോലും അദ്ദേഹത്തിനെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം എന്താണ് ചെയ്തത്? ആ മായാദേവിക്ക് പോലും ദീക്ഷ കൊടുത്തു, ഹരിനാമ ദീക്ഷ കൊടുത്തു. അത്രയ്ക്കും ശക്തമാണ് ഭഗവാന്റെ ഭക്തി. ഭക്തിയുടെ മുന്നിൽ മായാശക്തിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. കാരണം സൂര്യന്റെ മുന്നിൽ ഇരുട്ടിന് നിൽക്കാൻ സാധിക്കുകയില്ല. കൃഷ്ണ സൂര്യസമ മായ അന്ധകാരം എന്നാണ് പറയുന്നത്.
മായ അന്ധകാരമാണ്. അന്ധകാരത്തിൽ നമ്മൾക്കൊന്നും തിരിച്ചറിയാൻ സാധിക്കില്ല, നമ്മൾ വീണുപോകും. പക്ഷെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കെല്ലാം വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. സൂര്യന്റെ മുന്നിൽ ഇരുട്ടിന് നിലനിൽപ്പില്ല. കൃഷ്ണ സൂര്യ സമ മായാഹി അന്ധകാരം. സൂര്യൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടിന് അവിടെ നിലനിൽപ്പില്ല. അങ്ങനെ നമ്മളും ഭഗവാനെ, സൂര്യനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കും എല്ലാം മായാശക്തിയുടെ മറ നീങ്ങി നമ്മൾക്കും കാര്യങ്ങൾ യഥാർത്ഥ രീതിയിൽ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾക്ക് മായാശക്തിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. പരം ദൃഷ്ടാ നിവർത്തത എന്നുള്ള ഒരു മെത്തേഡാണ് ഭഗവത്ഗീതയിൽ നിർദ്ദേശിക്കുന്നത്. പരം ദൃഷ്ടാ നിവർത്തത, ഉന്നതമായിട്ടുള്ള ആകർഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ താഴ്ന്ന ആകർഷണം താനേ നശിച്ചു പോകും എന്ന് പറയും. നമ്മൾ ഫലം പ്രയോഗിച്ചത് കൊണ്ട് കാര്യമില്ല, നമ്മൾക്ക് ഉയർന്ന ആകർഷണം ഉണ്ടായിരിക്കണം. ഉയർന്ന ആകർഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനോട് ആകർഷണം. ഭഗവാനോട് ആകർഷണം ഉണ്ടെങ്കിൽ ഭൗതികമായിട്ടുള്ള വസ്തുക്കളോടുള്ള ആകർഷണം താനെ കുറഞ്ഞു വരുന്നതായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്രമേണ പടിപടിയായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒറ്റയടിക്ക് മാറും എന്നല്ല പറയുന്നത്. പ്രഭാതർ അതിനും ഒരു ഉദാഹരണം പറയുന്നുണ്ട്. നമ്മൾ ഫാനിന്റെ സ്വിച്ച് ഓഫാക്കി കഴിഞ്ഞാൽ, ഫാനിന്റെ സ്വിച്ച് ഓഫാക്കിയാലും കുറച്ചു നേരം അത് കറങ്ങിയിട്ടാണ് അത് നിൽക്കുന്നത്. പക്ഷെ സ്വിച്ച് ഓഫാക്കി കഴിഞ്ഞാൽ അത് നിൽക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും അത് നിൽക്കും. അതേപോലെ ഭക്തിയിലേക്ക് പ്രവേശിച്ച് ഭഗവാനോട് അടുക്കും തോറും കാമം, ക്രോധം ഇങ്ങനെയുള്ള ഈ ഹൃദയഗ്രന്ഥിയിലെ ദോഷങ്ങളെല്ലാം ഇല്ലാതാകും. അങ്ങനെ ഇല്ലാതായി നമ്മൾക്ക് പൂർണ്ണമായിട്ടും ഈ മായാശക്തിയുടെ പുറത്ത് കടക്കാൻ സാധിക്കും. മറ്റൊരു ഉദാഹരണം പറയുന്നുണ്ട്, യമുനാചാര്യന്റെ ഉദാഹരണം പറയുന്നുണ്ട്. അദ്ദേഹം രാജാവായിരുന്നു, പക്ഷെ ഭഗവാന്റെ ഭക്തിയിലേക്ക് വന്നതോടുകൂടി അദ്ദേഹത്തിനും ഈ മായാശക്തിയെ തോൽപ്പിക്കാൻ സാധിച്ചു. ഇവരൊക്കെ നമ്മുടെ മുന്നിലുള്ള വലിയ ഉദാഹരണങ്ങളാണ്. ഭക്തിയിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഉദാഹരണങ്ങളാണ്, അല്ലെ? അങ്ങനെയുള്ള ഉദാഹരണങ്ങളുടെ പുറകെ നമ്മൾ സഞ്ചരിക്കണം എന്നാണ് പറയുന്നത്. മഹാജനങ്ങളെ നമ്മൾ പിന്തുടരണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ഒറ്റയടിക്ക് അല്ലെങ്കിൽ പോലും ക്രമേണയായിട്ട് ഈ മായാശക്തിയിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുമെന്ന് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഓക്കെ, ഹരേ കൃഷ്ണ. ഇപ്പൊ നമ്മൾക്ക് അടുത്ത ദിവസം തുടർന്ന് വായിക്കാം. നാമജപം കണ്ടിന്യൂ ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ ശ്രീ മാതാജി, ജപിച്ചോ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ കൃഷ്ണ